പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ പ്രതി ഭോഷൻ എന്ന വിഷയമത്രേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മോടൊപ്പം അനേക കുടുംബങ്ങളിലിരുന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേകായിരങ്ങൾ പ്രാർത്ഥനയോട് ചേരുന്നു. ഹൃദയം തുറന്ന് ഇപ്പോൾ എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളുടെ മേൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. അങ്ങയുടെ അത്ഭുത ആത്മാവ് നിറയട്ടെ, അങ്ങയുടെ അത്ഭുത വരങ്ങൾ നിറയട്ടെ, അങ്ങയുടെ അത്ഭുത ഉണർവ് നിറയട്ടെ, അങ്ങയുടെ അത്ഭുത സ്നേഹം നിറയട്ടെ, അങ്ങയുടെ അത്ഭുത സ്പർശനങ്ങൾ ലഭിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പുതിയ പുതിയ അഭിഷേകങ്ങൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ. പുതിയ പുതിയ ബോധ്യങ്ങൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ. പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ദൈവികമായ മാർഗത്തിൽ നടക്കാൻ തക്കവെന്ന കർത്താവെ, അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ദുർബലരായിരിക്കുന്നവരെ ഇന്ന് ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് തൊട്ട് അങ്ങയുടെ മുദ്ര അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പതിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ അത്ഭുതകരമായ ഉണർവ് കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ പ്രതി ഭോഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു ദൈവ പൈതലിനെ തന്റേതായി തെരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളിലൂടെ ഒരു ദൈവപൈതൽ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ, ആ ദൈവ പൈതൽ ലോകത്തിന്റെ അംഗീകാരത്തെ മോഹിക്കരുത്, ലോകത്തിന്റെ കയ്യടി പ്രതീക്ഷിക്കരുത്, ലോകത്തിന്റെ സഭാഷ് പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നവരെയാണ് ദൈവം വിലയുള്ളതായി എണ്ണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ വിലയുള്ളവനാക്കാൻ ശ്രമിക്കുന്നവൻ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനാകണം നിർബന്ധമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു ദൈവ പൈതൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു സമ്പൂർണമായ ഒരു സമർപ്പണം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തെ വിളിച്ച ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ നിന്റെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും വിട്ട് നിന്റെ സ്വന്തം നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. അബ്രാഹം കണ്ണു അടച്ച് ദൈവം പറഞ്ഞത് 100% വിശ്വസിച്ച് അബ്രാഹം ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു. ദൈവം കാണിച്ചു തന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണമായി അബ്രാഹം സമർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിന്റെ കാലഘട്ടത്തിൽ അബ്രാഹത്തോട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഒത്തിരി വിജ്ഞാനികൾ അബ്രാഹത്തെ വിലയിരുത്തിയിട്ടുണ്ടാവും. അബ്രാഹത്തിന്റെ ഈ നടപടി, അബ്രാഹത്തിന്റെ എടുത്തുചാട്ടം ഒരു പോഷത്തരമായും ഒരു അവിവേകമായും എണ്ണിയവരും കരുതിയവരും കുറവായിരിക്കുകയില്ല. എന്നാൽ അബ്രാഹം അതൊന്നും കണക്കാക്കിയില്ല. അബ്രാഹം എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് കരുതുന്നു, ഇത് മാത്രമാണ് അബ്രാഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞിരുന്ന ചിന്ത. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം നോഹയുടെ സംഭവം നമുക്ക് എടുക്കാം. നോഹ ദൈവം വിളിച്ചപ്പോൾ നോഹ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ കൊടുത്തു. ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പേടകം ഉണ്ടാക്കുക. അത് മഴയുള്ള കാലമായിരുന്നില്ലെന്ന് നമ്മൾ ഓർക്കണം. ഒരു തുറമുഖത്തല്ല പേടകം ഉണ്ടാക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടത്. നോഹ ദൈവം പറഞ്ഞ സ്ഥലത്ത് ദൈവം പറഞ്ഞ മാതൃകയിൽ തന്നെ ഉണ്ടാക്കി. ആ കാലത്തെ വിജ്ഞാനികൾ നോഹയെ വിളിച്ചിരുന്നത് മാഡ്മാൻ നോഹ എന്ന് ഒരു ചിത്രത്തിൽ ഞാൻ കണ്ടത് ഓർമ്മിക്കുകയാണ്. ആ വിജ്ഞാനികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു നോഹയോട് ദൈവം ആവശ്യപ്പെട്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോഹ ആ കാലഘട്ടത്തിലെ വിജ്ഞാനികളുടെ സ്വരത്തെ അല്ല, നോഹ ദൈവത്തിന്റെ ഇംഗിതത്തെയാണ് അനുധാവനം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വിജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ് നോഹ അനുധാവനം ചെയ്തത്. നോഹയുടെ കാലത്തെ വിജ്ഞാനികൾ നശിച്ചു. എന്നാൽ നോഹ ഇന്നും അനേകരെ ഉണർത്തിക്കൊണ്ട് ഇന്നും കർത്താവിന്റെ പ്രവാചകനായി നിലകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വഴികളിലൂടെ ഒരു ദൈവ പൈതൽ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത്
ലോകത്തിന്റെ മുമ്പിൽ ഒരു ഭോഷൻ എന്ന് എണ്ണപ്പെടാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സമർപ്പണം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വിളിയിൽ വളരാൻ, ദൈവം ഒരു ദൈവത്തിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവ പൈതൽ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ വിട്ടുകൊടുക്കണം. ലോകം ഭോഷനായി എണ്ണും, ലോകം കുറ്റം വിധിക്കും, ലോകം പലവിധത്തിൽ അവമതിക്കും, ലോകം പലതരത്തിലുള്ള നിന്ദാപമാനങ്ങൾ ചൊരിയും. അപ്പോൾ മനസ്സ് തളരാതെ ദൈവത്തിന്റെ ഇംഗിതത്തെ അനുധാവനം ചെയ്ത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ ഒരുമ്പെടുന്ന ഒരു രംഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ വേണ്ടി ഒരുമ്പിടുമ്പോൾ ദൈവത്തിന്റെ നൈസർഗികമായ പ്രേരണയാൽ ദാവീദ് പോർച്ചട്ടയും മറ്റ് യുദ്ധോപകരണങ്ങളെല്ലാം മാറ്റിവെച്ച് വെറും ഒരു കവണയും കല്ലുമെടുത്ത് ഒരു ഇടയ ബാലനെ പോലെ ഭീകരനായ ഗോലിയാത്തിന്റെ ഒരു രാജ്യത്തിനും ഒരു സൈന്യത്തിനും ഒരു ശക്തിക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ആ ഗോലിയാത്തിന് മുമ്പിലേക്ക് ഒരു ഇടയ ബാലനെ പോലെ ദാവീദ് മുന്നേറുകയാണ്. ഒരു പരിധിവരെ ആ രംഗം കണ്ട, ആ കാഴ്ച കണ്ട പലരും ദാവീദിനെ ഒരു ഭോഷൻ, ഒരു അവിവേകി എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിജ്ഞാനത്തെ ലോകത്തിന് മനസ്സിലാവുകയില്ല. അതാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. പ്രൈസ് ദി ലോർഡ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദൈവികമായ മാർഗങ്ങൾ ഒരുപക്ഷെ ഭോഷത്വമായി അനുഭവപ്പെട്ടേക്കാം. ഹല്ലേലൂയ. ലോകത്തിന് ദൈവത്തിന്റെ വചനങ്ങൾ, ലോകത്തിന് ദൈവത്തിന്റെ മാർഗങ്ങൾ വ്യക്തമായും കൃത്യമാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. ലോകത്തിന് ദൈവത്തിന്റെ മാർഗങ്ങൾ ഭോഷത്വമായി തോന്നാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ബലം, ഒരു ദൈവ പൈതലിന്റെ സുരക്ഷിതത്വം, ഒരു ദൈവ പൈതലിന്റെ ശക്തി, ദൈവം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പദാനുപദം അനുസരിക്കുക എന്നതത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് ദൈവം പറയണത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അത് അക്ഷരം പ്രതി പദാനുപദം ഇടം വലം വ്യതിചലിക്കാതെ അനുസരിക്കുമ്പോൾ എത്രേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവം യോന പ്രവാചകനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ യോന പ്രവാചകൻ ദൈവം ആവശ്യപ്പെട്ട വഴിയിലൂടെ നടക്കാതെ സ്വന്തം ബുദ്ധിക്ക് തോന്നിയ നല്ല വഴിയിലൂടെ നടക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് എറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയുണ്ട്. നിനവെ പട്ടണം ബാർബേറിയൻസും അതുപോലെ ഒരുപാട് ക്രൂരത പ്രവർത്തിക്കുന്നവരുമായ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ നിനവയിൽ ഒരു പ്രവാചകൻ അയക്കപ്പെട്ടിട്ടില്ല, ഒരു വചനപ്രഘോഷകനും കടന്നു ചെന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരോ ദൈവത്തിന്റെ സ്വരമോ ദൈവത്തിന്റെ നിയമമോ ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ ആത്മാവോ ദൈവത്തിന്റെ കൽപ്പനയോ നൽകപ്പെട്ടിട്ടില്ലാത്ത തികച്ചും വിജാതീയമായ ഒരു നഗരി. ആ നഗരിയിൽ ചെന്ന് യോന എന്ന ഒരാള് എന്തെങ്കിലും സുവിശേഷം പ്രസംഗിച്ചാൽ, ദൈവരാജ്യം പ്രസംഗിച്ചാൽ ആര് കേൾക്കാൻ, ആര് മാനസാന്തരപ്പെടാൻ? ഇതൊരു മോശത്വം തന്നെ. യോനയുടെ ആ ബുദ്ധി കൊണ്ട് യോന ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുന്നത് കാര്യമില്ല. അദ്ദേഹം ആ വഴിക്ക് പോകാൻ കൂട്ടാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം മാനുഷികമായി ഒരു കണക്കുകൂട്ടൽ നടത്തിയിട്ടുണ്ടാകണം. അദ്ദേഹം മാനുഷികമായ വിലയിരുത്തലുകൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടാകണം. അദ്ദേഹത്തിന് യുക്തമെന്ന് തോന്നിയ, അദ്ദേഹത്തിന് സ്വീകാര്യമെന്ന് തോന്നിയ വഴിയിലേക്ക് നീങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിമിഷം മുതൽ യോന അരക്ഷിതാവസ്ഥയിലേക്ക് എറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോനയുടെ കണക്കൂട്ടലനുസരിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാരും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ഇടപെടലും സമൃദ്ധമായി ഉണ്ടായിരുന്ന ജെറുസലം പട്ടണത്തിലായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നാവുമായിരുന്നു. എന്നാൽ ഇതുവരെയും ദൈവം ഇടപെട്ടിട്ടില്ലാത്ത നിനവയിലേക്ക് എങ്ങനെ ഒരു പ്രവാചകൻ കടന്നു ചെല്ലും? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എങ്കിലും യോന പിന്നീട് ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടു, ദൈവത്തിന്റെ വഴിയെ നടന്നു, നിനവയിൽ വചനം പ്രസംഗിച്ചു. 1,20,000 പരം വരുന്ന നിനവെ നിവാസികൾ ദൈവത്തിന്റെ വചനത്തെ കേട്ട് ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ പട്ടണത്തോട് കരുണ കാണിച്ചു. ഇടം വലം തിരിച്ചറിവില്ലാത്ത ആ ദേശത്തോടും ദേശത്തുള്ള സകല ജാതി മതസ്ഥരോടും അവിടെയുള്ള മൃഗങ്ങളോടും ആ പ്രദേശം മുഴുവനോടും ദൈവത്തിന്റെ അത്ഭുത കരുണ പ്രകാശിതമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷമാണ് നിനവെ തകർക്കപ്പെട്ടത്. ഏതാണ്ട് 1 നൂറ്റാണ്ടിലധികം നിനവയുടെ ശിക്ഷാവധി നീങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ നിരന്തരം പ്രസംഗിച്ചിരുന്ന ജെറൂസലം പട്ടണത്തിന്റെ ശിക്ഷാവധി നീങ്ങിപ്പോയില്ല. ജെറൂസലം തകർന്ന് തരിപ്പണമായി, ജെറൂസലം നാശകൂമ്പാരമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോന യുക്തമെന്ന് വിചാരിച്ചത് അത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമായിരുന്നില്ല. യോന ഭോഷത്തരമെന്ന് വിചാരിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതായിരുന്നു. നിനവെ നിവാസികൾ രക്ഷിക്കപ്പെട്ടു, ജെറൂസലം നിവാസികൾ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും. 1 കൊരിന്തോസ് 1:19 ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ഇങ്ങനെ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. 1 കൊരിന്തോസ് 1:27 വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലോകദൃഷ്ടിയിൽ നിസ്സാരമായതും അവഗണിക്കപ്പെട്ടതുപോലും ദൈവസന്നിധിയിൽ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്, പൗലോസ് ലേഖകന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. പത്രോസ് അപ്പോസ്തലൻ അതിശക്തമായി സുവിശേഷം പ്രസംഗിക്കാൻ ഒരു ലോകദൃഷ്ടിയ കഴിവുള്ള വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം മുക്കുവനും അധികം പരിജ്ഞാനം ഇല്ലാത്തവനുമായ ഒരു വ്യക്തിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആകട്ടെ പൗരാണിക ജ്ഞാനത്തിൽ ഒരുപാട് അവകാശം നേടിയ വ്യക്തിയായിരുന്നു. ഗമാലിയലിന്റെ പാദങ്ങളിലിരുന്ന് അത്യുന്നതമായ വിദ്യ അഭ്യസിച്ച വ്യക്തിയായിരുന്നു. എല്ലാ നിയമങ്ങളും എല്ലാ വചനങ്ങളും എല്ലാ നിയമവകുപ്പുകളും കൃത്യമായി പഠിച്ച വ്യക്തിയായിരുന്നു. യേശു ക്രിസ്തു വരാനിരിക്കുന്ന മിശിഹ തന്നെയാണ് യേശുവെന്ന് യഹൂദന്മാരുടെ മുമ്പേ സെൻഹദ്രീൻ സംഘത്തിന് മുമ്പേ സ്ഥാപിക്കാൻ കഴിവുള്ളത് എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ അങ്ങോട്ട് അയക്കുന്നില്ല. യേശുക്രിസ്തുവാണ് വരാനിരിക്കുന്ന മിശിഹ എന്ന് സ്ഥാപിക്കാൻ സെൻഹദ്രീൻ സംഘത്തിന് മുമ്പിലേക്ക് അയക്കുന്നത്. നിയമത്തിൽ പരിജ്ഞാനം ഇല്ലാത്ത, വചനത്തിൽ കാര്യമായ അവഗാഹം ഉണ്ട് എന്ന് പൗലോസിന് അത്ര അവഗാഹം ഇല്ലാത്ത പത്രോസ് അപ്പോസ്തലനെയാണ് കർത്താവ് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകദൃഷ്ടിയ ഉള്ള ജ്ഞാനമല്ല, ലോകദൃഷ്ടിയ ഉള്ള വഴികളിലൂടെ അല്ല ദൈവം തന്റെ ദാസന്മാരെയും ദാസിമാരെയും നടത്തുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ദാവീദ് വാഗ്ദാന പേടകം ജെറുസലേമിലേക്ക് കർത്താവിന്റെ സ്വന്തം പട്ടണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ ആഹ്ലാദത്തോടെ എല്ലാം മറന്ന് സ്തുതിച്ച് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിച്ച് വിവസ്ത്രനായി അങ്ങനെ ഒരു അരക്കച്ച മാത്രം ഉടുത്ത് അങ്ങനെ ദൈവജനത്തിന്റെ മധ്യേ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിച്ച് ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദിന്റെ ഭാര്യ മിഖ ഈ രംഗം കണ്ട് ദാവീദിനോട് ലജ്ജ തോന്നി. ദാവീദ് അടുത്ത് വന്നപ്പോൾ മിഖ ദാവീദിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇസ്രായേൽ രാജാവ് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? അതിന് ദാവീദ് രാജാവ് നൽകുന്ന മറുപടി 2 സാമുവേൽ 6-ാം അധ്യായം 22-ാം വാക്യത്തിലുണ്ട്. കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു ദൈവ പൈതലിനെ ദൈവത്തിന് വേണ്ടി അഭിഷേകം ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ മനസ്സിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു തുറവിയാണിത്. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും അധിക്ഷേപാർഹനും നിന്ദിനും ആകും.
എന്റെ കർത്താവിന് വേണ്ടി ഒരു ഭോഷനായിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ കർത്താവിന്റെ വഴികളിലൂടെ നടക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇതുപോലുള്ള ഒരു അഭിമാന ബോധം ദൈവം നടത്തുന്ന ഓരോ ദൈവ പൈതലിനും ദൈവം പരിശുദ്ധാത്മാവിലൂടെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അരൂപിയെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിന്റെ നടത്തിപ്പിൽ അഭിമാനം കൊള്ളാൻ ഇന്ന് ദൈവം പരിശുദ്ധാത്മാവിൽ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിസ്സാരമായവയും ഇല്ലായ്മയെ തന്നെ തെരഞ്ഞെടുത്ത് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നല്ലോ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ, അങ്ങയുടെ വഴികളെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങയുടെ നടത്തിപ്പിനെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങ് നയിക്കുന്ന മാർഗങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങയുടെ ബുദ്ധിയോർത്തും അങ്ങയുടെ ജ്ഞാനത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങയുടെ ക്രമീകരണങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങയുടെ പദ്ധതികളെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് അഭിമാനം കൊള്ളാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ തെരഞ്ഞെടുപ്പിന്റെ വഴികളിലൂടെ നടക്കുന്നതിൽ ലജ്ജ തോന്നിപ്പിക്കുന്ന എല്ലാ അരൂപികളെയും, ലോകത്തിന്റെ അരൂപികളെ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ, ആത്മാവ് വ്യാപരിക്കട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ. ദൈവത്തിന്റെ മാർഗത്തിൽ നടക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ, പ്രാർത്ഥനയുടെ മാർഗത്തിൽ നടക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ, പള്ളിയിൽ പോകുന്നതിൽ അഭിമാനം കൊള്ളാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ. ഞങ്ങളുടെ ദേശത്ത് ആരും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിനെ പ്രതി ധീരതയോടെ, വിശ്വാസത്തോടെ, അഭിമാനത്തോടെ കർത്താവിന്റെ മാർഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ മാർഗത്തിലൂടെ ഉറച്ചു നിന്ന് മുന്നേറാൻ ഓരോ മകനെയും മകളെയും കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഉദയസൂര്യൻ പോലെ തിരുവോസ്തിയിൽ അൾത്താരയിൽ വരും ദിവ്യകാരുണ്യമേ, അനുദപിച്ചിടുവാൻ ആരാധിക്കാൻ ഞങ്ങൾ വന്നിടുന്നു, മുൻപിൽ നിന്നിടുന്നു. ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിന്റെ വഴികളെ ആശ്രയിക്കാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, ഈ ലോകത്തിൽ ഒന്നാമനായി എണ്ണപ്പെടുത്തുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ അംഗീകാരം എന്റെ മേൽ ഉണ്ടാകാൻ തക്കവണ്ണം ആന്തരിക ദൃഷ്ടിയോടെ, ആന്തരിക ജ്ഞാനത്തോടെ പ്രവർത്തിക്കാനുള്ള കൃപ അങ്ങയുടെ ദാസരുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ഇപ്പോൾ 2 കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് അവിടുത്തെ പരിശുദ്ധ നാമം വിളിക്കട്ടെ. അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ മനസ്സിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഇപ്പോൾ ആത്മീയ അഹങ്കാരം വിട്ടുപോകട്ടെ. നകളവും അഹന്തയും ധാർഷ്ട്യവും ധിക്കാരവും തന്നിഷ്ടവും പൊങ്ങച്ച ഭാവവും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തകർന്നു പോകട്ടെ. കർത്താവിന്റെ വഴികളിലൂടെ നടക്കാൻ തക്കവണ്ണം ഹൃദയ തുറവി നമുക്ക് ലഭിക്കട്ടെ. എല്ലാ ആത്മീയ അന്ധതയും മാറട്ടെ. എല്ലാവരും കർത്താവിനെ ആരാധിക്കുക, എല്ലാവരും കർത്താവിനെ വിളിക്കുക. ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ആത്മീയ അഹങ്കാരിരിക്കുന്നവരിൽ നിന്ന് ആത്മീയ അഹങ്കാരത്തിന്റെ കോട്ടകളെ തകർക്കണമേ. അങ്ങയുടെ അത്ഭുത ശക്തി ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ഓരോ ജീവിതങ്ങളിലേക്ക് ഇങ്ങയുടെ അത്ഭുത ശക്തി ഒഴുകട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് ഇങ്ങയുടെ അത്ഭുത ശക്തി ഒഴുകട്ടെ. ഓരോ സമൂഹങ്ങളിലേക്ക് ഇങ്ങയുടെ അത്ഭുത ശക്തി ഒഴുകട്ടെ. പ്രാർത്ഥിക്കാൻ ഒരു അനുഭവം ഇല്ലാതിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും വലയം ചെയ്യുന്ന അന്ധകാരത്തിന്റെ കോട്ടകൾ ഇപ്പോൾ യേശുവിന്റെ ശക്തി തകർന്നു പോകട്ടെ. എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളുടെ കെണികളും തന്ത്രങ്ങളും യേശുവിന്റെ ശക്തിയെ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന എത്ത കുടുംബങ്ങളെ ഇപ്പോൾ ഈശോയെ സ്പർശിക്കണമേ. നന്നായി പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കൂടാൻ, ഏകാഗ്രതയോടെ ഏക മനസ്സോടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തക്കവിധം കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുള്ള അന്തരീക്ഷം ലഭിക്കട്ടെ. ദൈവമാർഗത്തിൽ നടക്കുന്നതിൽ അഭിമാനം നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിമാനം നൽകണമേ. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുന്നതിനെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, വിശുദ്ധ ജീവിതത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, വചനം വായിക്കുന്നതിനെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, ദേവാലയത്തിലേക്ക് ദേവാലയ കർമ്മങ്ങൾക്ക് പോകുന്നതിനെ ഓർത്ത് അഭിമാനം കൊള്ളാൻ തക്കോണം അഭിമാനത്തിന്റെ കൃപ എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷകളിൽ ഞങ്ങളുടെ മക്കളെ സ്ഥിരപ്പെടുത്തണമേ കർത്താവേ. ദൈവഭക്തിയിൽ ഞങ്ങളുടെ മക്കളെ സ്ഥിരപ്പെടുത്തണമേ. പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുത്തണമേ. വന്നിടുന്നു, മുൻപിൽ നിന്നിടുന്നു. എൻ്റെ വീട് മുക്കാട്ടുകര. എനിക്ക് ഭർത്താവ് 2 മക്കളുണ്ട്. എനിക്ക് 5 വയസ്സിൽ തുടങ്ങിയ ചെവിയുടെ ഉള്ളിൽ ഒരു കുരു ഉണ്ടായതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങി ചെവിയിൽ കടിയും പഴുപ്പും. വീട്ടുകാർ ഒരുപാട് മരുന്ന് ചെയ്തെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിത പങ്കാളിയും ചെയ്തു. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ഒരുപാട് ധ്യാനങ്ങൾക്കും പോയി, ഒരു ഫലം ഉണ്ടായില്ല. ആ കടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം പിടിച്ച തലവേദനയും ചെവിയിലെ പഴുപ്പും കടി, ഭയങ്കര കടി. ഇത്രയും കാലം കടിച്ച് അത് ചെവിയിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര കടിയാ. എന്തോരം തുണി വെച്ചിട്ട് എല്ലാ ദിവസവും തുണി വെക്കും, അത് നനയെടുത്ത് കളയും. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു, ഒന്നും മാറ്റം ഉണ്ടായില്ല. പിന്നീട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ നിന്റെ ഇഷ്ടം എപ്പോഴാണെങ്കിലും അതായിക്കോട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ ഇന്നലെ എൽസി സഹോദരിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, എന്റെ ചെവിയിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞ ഒഴികെ ആള് പറഞ്ഞു കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്, ഇന്ന് തന്നെ മോള് പോയി പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ധൈര്യക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയോട് അടുന്നിട്ട് പറഞ്ഞു, അച്ഛൻ അവിടെ വിളിച്ചു പറയണമെങ്കിൽ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞു, ചെവിയിൽ പഴുപ്പുള്ള ഒരാളെ കണ്ടല്ലോ, ആ ആള് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈശോയോട് ആ തിരുവൃത്തത്തിന്ന് തിരുലാവഴിയിൽ നിന്ന് രക്തം വരുന്ന മാതിരി ഒരു അനുഭവം എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ എനിക്കൊരു പ്രത്യേക ശക്തിയായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് തന്നെ ഏറ്റുവന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടി. 5-ാമത്തെ വയസ്സ് തുടങ്ങി. 5 വയസ്സിൽ ഇപ്പൊ വയസ്സ് എത്രയായി? എനിക്ക് 55 വയസ്സായി. ഇപ്പൊ 55 വയസ്സായി. 5 വയസ്സ് തുടങ്ങിയാണ് ചെവിയുടെ പീഡ. 55 വയസ്സായി. ഈ ധ്യാനത്തിൽ വെച്ച് യേശു ക്രിസ്തു അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഇപ്പൊ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ചെവിയൊക്കെ നല്ല സുഖം തോന്നുന്നുണ്ടോ? ചെവിക്ക് കേൾവി, ചെവിയില് പഴുപ്പ്, ചെവിക്ക് കേൾവി തിരിച്ചു കിട്ടി. പിന്നെ ഇന്ന് ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു നോക്കി, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ വൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പേര് ലോജോ, തൃശ്ശൂർ മണ്ണുത്തീന്ന് വരുന്നു. എനിക്കൊരു വർഷമായി അൾസറിന് അസുഖമാണ്. ഇവിടെ വരണേന്റെ തലൂസം വരെ ഛർദിയും ഭയങ്കര വയറുവേദനയുമായിരുന്നു, ശനിയാഴ്ച രാത്രി വരെ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ഇവിടുത്തെ സിസ്റ്ററുടെ ക്ലാസ്സിൽ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു 3 പേരെ വയറുവേദനയിൽ നിന്ന് സുഖപ്പെടുത്തിനെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ചെറിയൊരു വിശ്വാസമായി. പിന്നെ രോഗശാന്തി ശുശ്രൂഷയിൽ ബ്രദർ പറഞ്ഞു ഒരു രോഗിയുടെ അൾസർ രോഗിയുടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്നലെയും ഇന്നും ഫുള്ളായി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എനിക്കിതുവരെ രോഗം വന്നിട്ടില്ല. യേശു എന്ന യേശു. 1 വർഷത്തോളമായുള്ള അൾസർ രോഗം ഈ ധ്യാനത്തോടുകൂടെ ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. അൾസർ രോഗത്തിന്റെ ലക്ഷണം എന്തായിരുന്നു? എപ്പോഴും ഛർദ്ദിക്കുമായിരുന്നു? എല്ലാ ദിവസവും ഛർദ്ദിക്കുമായിരുന്നു? ഛർദ്ദിയും വരും, പിന്നെ
3 മണിക്കൂർ കൂടുമ്പോ ഭക്ഷണം കഴിക്കണം. ചൂടുള്ള പദാർത്ഥമൊന്നും കഴിക്കാൻ പാടില്ല, എരിവൊന്നും കൂട്ടാൻ പാടില്ല. ഇപ്പൊ എരിവൊക്കെ ഇവിടെ വന്ന് ചൂടുള്ള ഭക്ഷണം കഴിച്ചു, എരിവുള്ളതും കൂട്ടി. ഒരു കുഴപ്പമില്ലല്ലോ. യേശുവേ നന്ദി. യേശു കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. നന്നായി കൈയടിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.